ഹായ്, ഞാൻ സ്വാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ മെഡിക്കൽ സ്റ്റോറീസും കേസസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഫയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കുട്ടിയുടെ ഡെത്ത് കോസ് ചെയ്യാൻ മാത്രം റീസൺ ആയിട്ടുള്ള ഒരു സൈലൻറ്റ് കില്ലറിൻ്റെ കഥയാണ്. ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ള രോഹൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. രോഹൻ ഒരു ദിവസം സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. എന്നും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സുമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നു, വീട്ടിൽ ബാഗൊക്കെ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ച് ആൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും. നമ്മുടെ രോഹൻ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബൗളർ എറിഞ്ഞ ഒരു ബോള് അറിയാതെ വന്നിട്ട് രോഹൻ്റെ തലയിൽ വന്നിട്ട് ഇടിച്ചു. ആ ഇടിച്ചതിൻ്റെ ഒരു പ്രഷറിൽ രോഹൻ നിലത്ത് വീണു. ഒരു 5 to 10 seconds രോഹൻ കോൺഷ്യസ്നെസ് പോയിട്ട് അവിടെ കിടന്നു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഓടിച്ചെന്ന് എന്തുപറ്റി രോഹൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഒരു 5 to 10 seconds ഇങ്ങനെ കോൺഷ്യസ്നെസ് ലോസ്റ്റായി. എന്നാൽ അത് കഴിഞ്ഞതും രോഹൻ കണ്ണു തുറന്നു. അവൻ എണീച്ചു. അവൻ പറഞ്ഞു കുഴപ്പമില്ല, പെട്ടെന്ന് ആ ബോൾ വന്ന് ഇടിച്ച സമയത്ത് എനിക്ക് എന്തോ ഒരു ബോധം പോയതുപോലെ തോന്നി, ഇപ്പോൾ കുഴപ്പമില്ല, ലൈക്ക് ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള കുട്ടികളൊക്കെ ചോദിച്ചു ശരിക്കും പറയല്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ ഞാൻ പോകണോ, എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു. രോഹൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി വീട്ടിലൊക്കെ പറഞ്ഞാൽ അമ്മയൊക്കെ ചീത്ത പറയും, ഒന്നും പറയണ്ട, നമുക്ക് ഇനി ഗെയിം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഗെയിം കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് രോഹൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലിരുന്ന് വൈകുന്നേരം ഇങ്ങനെ TV കാണുന്ന സമയത്ത് പെട്ടെന്ന് രോഹന് വീണ്ടും നേരത്തെ തോന്നിയതുപോലെ കോൺഷ്യസ്നെസ് ലൂസ് ആവുന്നത് പോലെ തോന്നി. രോഹന് വല്ലാണ്ട് തലവേദന എടുക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളൊക്കെ ഡ്രൂപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു പ്യൂപ്പിൾ മറ്റേ പ്യൂപ്പിളിനേക്കാളും ലാർജർ ആവാനൊക്കെ തുടങ്ങി. വിത്തിൻ സെക്കൻഡ്സ് ഹി കൊളാപ്സ്ഡ്. അവൻ കൊളാപ്സ്ഡ് ആയിട്ട് അവിടെ സെറ്റിയിൽ വീണ് കിടന്നു. അപ്പോഴേക്കും കിച്ചണിലുണ്ടായിരുന്ന അമ്മ രോഹനെ നോക്കാൻ വേണ്ടി വന്നപ്പം രോഹൻ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അമ്മ രോഹ എന്ന് വിളിച്ചപ്പോഴൊന്നും ആളൊന്നും പറയുന്നില്ല. ഹീസ് അൺകോൺഷ്യസ്. അവൻ തിരിച്ചൊന്നും പറയുന്നില്ല. അമ്മ ഓടിച്ചെന്ന് മോനെ രോഹ എന്ത് പറ്റിയെന്ന രീതിക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് രോഹൻ കംപ്ലീറ്റ്ലി ബ്രെത്ത്ലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആക്ച്വലി ഹി വാസ് ഡെഡ്. ഈ കേസിൽ എങ്ങനെയായിരിക്കും രോഹൻ മരിച്ചിട്ടുണ്ടാവുക? ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബോൾ വന്ന് ഹെഡിൽ കൊണ്ടതായിരിക്കുമോ രോഹൻ മരിച്ചതിൻ്റെ കാരണം? അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ലൈക്ക് ഒന്ന് ബോൾ വന്ന് ഇടിച്ചു, ആളൊന്ന് അൺകോൺഷ്യസ് ആയി, ബട്ട് വിത്തിൻ സെക്കൻഡ്സ് അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടാണ് ബാക്കിയുള്ള അരമണിക്കൂറോളം അവൻ ക്രിക്കറ്റ് കളിച്ചത്, വീട്ടിലേക്ക് നടന്നു പോയത്, വീട്ടിലിരുന്ന് TV കണ്ടത്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പം വിത്തിൻ സെക്കൻഡ്സ് അവന് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വിത്തിൻ സെക്കൻഡ്സ് ഹി ഗോട്ട് കൊളാപ്സ്ഡ്. എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി ദിസ് ഇസ് എ കേസ് ഓഫ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ, അതായത് EDH. EDH എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ബയോളജി പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം നമ്മുടെ ബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് 3 ലെയേഴ്സ് ഉണ്ട്: ഡ്യൂറാ മാറ്റർ, അരക്കിനോയിഡ് മാറ്റർ ആൻഡ് പയ മാറ്റർ. ഇതിൽ എക്സ്ട്രാ ഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറയുടെ പുറത്ത്, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കവറിങ് ആയിട്ടുള്ള ഡ്യൂറയുടെ പുറത്ത്, എന്നാൽ നമ്മുടെ സ്കൾ ബോൺ, അതായത് ക്രേനിയത്തിൻ്റെ ഉള്ളിൽ ഒരു ഹെമറ്റോമ ഫോം ചെയ്യാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഹെമറ്റോമ ഫോം ചെയ്യുന്നത് മെയിൻലി നമ്മുടെ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി അല്ലെങ്കിൽ ആൻറ്റീരിയർ മെനിഞ്ചിയൽ ആർട്ടറി ഓർ പോസ്റ്റീരിയർ മെനിഞ്ചിയൽ ആർട്ടറിക്കൊക്കെ എന്തെങ്കിലും ഒരു ട്രോമ കാരണം റപ്ചർ വരുന്ന സമയത്ത് അതിൽ നിന്നിങ്ങനെ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആൻഡ് ഈ ബ്ലഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അവസാനം ഒരു ഹെമറ്റോമ അല്ലെങ്കിൽ വലിയൊരു ക്ലോട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ രോഹന് ക്രിക്കറ്റ് ബോൾ കൊണ്ട് ഒരു ബ്ലോ കിട്ടിയ സമയത്ത് ഇറ്റ് വാസ് ആക്ച്വലി എ ട്രോമ ടു ഹിസ് ഏതെങ്കിലും ഒരു മെനിഞ്ചിയൽ ആർട്ടറി, അത് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി ആവാം, അതാണ് മോസ്റ്റ് കോമൺ, അല്ലെങ്കിൽ പോസ്റ്റീരിയർ മെനിഞ്ചിയൽ ആർട്ടറി ആവാം, അല്ലെങ്കിൽ ആൻറ്റീരിയർ മെനിഞ്ചിയൽ ആർട്ടറി ആവാം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ, അല്ലെങ്കിൽ വേറെ ആർട്ടറീസും ആവാം. ഈ ബോൾ വന്ന് ഇടിച്ച സമയത്ത് നമ്മുടെ രോഹൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയതിൻ്റെ റീസൺ സെറിബ്രൽ കൺകഷൻ എന്ന് പറയുന്നൊരു സംഭവം നടന്നതാണ്. സെറിബ്രൽ കൺകഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു ഫിസിയോളജിക്കൽ കാര്യമാണ്. അതായത് ട്രോമ വന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു നോർമൽ ഫങ്ഷൻസ് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ആവുകയാണ്. ആ ഒരു ഇടിയുടെ ഒരു ആഘാതത്തിൽ ഒരു കൺകഷൻ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ആൾ അൺകോൺഷ്യസ് ആയേക്കാം. എന്നാൽ അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ആൾ ഓക്കെ ആവും. കാരണം അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഭയങ്കര ട്രാൻസിയൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും. വിത്തിൻ സെക്കൻഡ്സ് ആൾ ഓക്കെ ആവും.
എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ റോഹൻ ഡെത്ത് ആവാണ് ചെയ്തത്. ഡെത്ത് ആയതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നേരത്തെ വന്ന് ഇടി കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ആർട്ടറി റപ്ചർ ആയിട്ടുണ്ടാവും, ആ ആർട്ടറിയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ പോയി വലിയൊരു ഹെമറ്റോമ അവിടെ ഫോം ചെയ്യും. അങ്ങനെ ഈ ഹെമറ്റോമ നമ്മുടെ ബ്രെയിനിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജെല്ലി ലൈക്ക് ഫോർമാറ്റിലാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു സോളിഡ് ഓർഗൻ അല്ല. വേണമെങ്കിൽ ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു സെമി ലിക്വിഡ് എന്നൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വലുതായിക്കൊണ്ടിരിക്കുന്ന ഹെമറ്റോമ വലുതായി നമ്മുടെ ബ്രെയിനിനെ കംപ്രസ് ചെയ്ത് ബ്രെയിനിലുള്ള ഇൻട്രാക്രേനിയൽ ടെൻഷൻ അല്ലെങ്കിൽ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടി ലാസ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവണം, അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണ് ഈ കേസിൽ നടക്കുന്നത്. എന്നാൽ ഈ സെറിബ്രൽ കൺകഷൻ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു 4 to 5 seconds ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് മുതൽ അവസാനം ഈ ഒരു ബ്രെയിൻ കംപ്രഷൻ വരെയുള്ള ആ ഒരു പീരീഡ് ഇല്ലേ, ആ ടൈമിൽ ഈ ആള് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് വെച്ചാൽ ഒരു നോർമൽ പേഴ്സണെ പോലെ, അതായത് ഒരു പ്രശ്നവും ആൾക്കുണ്ടാവില്ല. ആ ഒരു പീരീഡിൻ്റെ പേരാണ് ലൂസിഡ് ഇൻ്റർവെൽ. ലൂസിഡ് ഇൻ്റർവെല്ലിൽ ഹി വാസ് കംപ്ലീറ്റ്ലി ഓക്കെ. അങ്ങനെ ഓക്കെ ആയതുകൊണ്ട് തന്നെ അവൻ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പറയാനോ അവൻ നിന്നില്ല. ഇഫ് അവൻ ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നോക്കാം. ഡോക്ടറിനെ കാണാൻ പോയാൽ CT സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് എന്തായാലും മനസ്സിലാവും അതൊരു EDHൻ്റെ കേസാണെന്ന്. കാരണം ഒരു ലെൻസ് ഷേപ്ഡ് ആയിട്ട് നമുക്ക് ഈ ഹെമറ്റോമ ആ CT സ്കാനിൽ നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ ഹെമറ്റോമ ഫോം ചെയ്തത് കണ്ടാൽ അപ്പം തന്നെ ഒരു എമർജൻസി ക്രേനിയോട്ടമി നടത്തും. ക്രേനിയോട്ടമി എന്ന് പറഞ്ഞാൽ, ക്രേനിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൾ ബോൺ അതിനെയാണ് പറയുന്നത്. ടെമി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നതിനാണ് ക്രേനിയോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ബർഹോൾ ക്രേനിയോട്ടമി എന്നാണ് ഇതിനെ പറയാം. ക്രേനിയം ഓപ്പൺ ചെയ്തിട്ട് ആ പൊസിഷനിൽ നിന്ന് ലൈക്ക് ഉള്ളിലേക്ക് ആക്സസ് എടുത്തിട്ട് ഈ ഒരു ഫോം ചെയ്തിട്ടുള്ള ഹെമറ്റോമ അവർ റിമൂവ് ചെയ്യും. ആൻഡ് ബ്ലീഡ് ചെയ്യുന്ന ആ ഒരു ആർട്ടറിനെ അവർ സ്യൂച്ചർ ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മരിച്ചു പോവുമായിരുന്ന ഈ റോഹൻ എന്ന് പറയുന്ന കുട്ടീനെ ആ ഡോക്ടർക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു ലൂസിഡ് ഇൻ്റർവെല്ലിൽ തന്നെയാണ് ഈ ഒരു EDH റിലേറ്റഡ് കേസസിൻ്റെ, EDH റിലേറ്റഡ് ഡെത്ത്സിൻ്റെ ഒക്കെ ഒരു മെഡിക്കോ ലീഗൽ ആസ്പെക്റ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥയുടെ മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അത്രയും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും, നമ്മുടെ റെസ്പിറേഷൻ മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട്സിൻ്റെ ബീറ്റ് മുതൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നീഷൻ, നമ്മുടെ മെമ്മറി, ഇങ്ങനെ റിലേറ്റഡ് എല്ലാ ഫങ്ഷൻസും ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ബ്രെയിൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രെയിനിന് ഒരു തരത്തിലും ഇങ്ങനെ ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാൻ നോക്കുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ എന്തായാലും നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. കാരണം ഇൻ കേസ് അതിപ്പോൾ EDH ഒക്കെ പോലെയാണെങ്കിൽ ഈ ലൂസിഡ് ഇൻ്റർവെൽ കാരണം നമ്മൾ അത് അറിയാതെ പോകും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്നത്തെ കേസ് ഫയൽ സീരീസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ്. അപ്പോൾ നീറ്റ് എക്സാമിനൊക്കെ സൂപ്പറായിട്ട് പഠിക്കും. ഓൾ ദി ബെസ്റ്റ്.